2025-2026 അധ്യയന വർഷത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശന ഉത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിക മാസ്റ്റർ പ്ലാൻ ജൂൺ 10-നകം പ്രസിദ്ധീകരിക്കും. സമഗ്ര ഗുണമേന്മ വർഷമായി 2025-2026 അധ്യയന വർഷത്തെ പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2025-2026 അധ്യയന വർഷത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്യും. 9:30 പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം വേദിയിൽ നടക്കും. കൊട്ടാരക്കര താമരക്കുടി SVVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനമായി അവതരിപ്പിക്കുന്നത്. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തുടർന്ന് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തക പ്രകാശനം നടക്കും. മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കും. ഇതിനുശേഷം സ്കൂൾ തല പ്രവേശനോത്സവങ്ങൾ നടത്തും. ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ തുടങ്ങി പൊതുസമൂഹമാകെ പ്രവേശനോത്സവ പരിപാടികളിൽ അണിചേരുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ 10-നകം പ്രസിദ്ധീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സമഗ്ര ഗുണമേന്മ വർഷമായി 2025-2026 അധ്യയന വർഷത്തെ പരിഗണിക്കുകയാണ്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പാക്കി വരികയാണ്. ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെടുക്കുക എന്നത് ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ പഠനനില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കും. പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കും. ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത തുടങ്ങിയ ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വെച്ച സാമൂഹിക മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിൽ ഉളവാക്കുന്ന തരത്തിൽ പഠന പ്രക്രിയകളെ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1ാം ക്ലാസ് പാഠ്യപദ്ധതി, പാഠപുസ്തകം എന്നിവ പരിഷ്കരിച്ച് സാഹചര്യത്തിൽ സമഗ്ര ശിക്ഷാ കേരളം 2025-2026 വർഷത്തേക്ക് ഒന്നൊരുക്കം എന്ന പേരിൽ അധ്യയന വർഷത്തിൽ ആദ്യത്തെ 2 ആഴ്ച നടപ്പാക്കുന്നതിലേക്കായി ഒരു സന്നദ്ധ പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി ഈ അക്കാദമിക വർഷം തന്നെ പൂർത്തീകരിക്കും. പ്രീ പ്രൈമറി ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ വർഷം നടക്കും. മൂല്യനിർണ്ണയ പരിഷ്കരണ പ്രവർത്തനങ്ങളും ഈ വർഷം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. നവ അധ്യാപകർക്ക് നിർബന്ധിത അധ്യാപക പരിശീലനം നടപ്പാക്കും. ഇതിനായി ബജറ്റിൽ 5 കോടി രൂപ അധികമായി വകയിരുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ് തുടങ്ങിയവരും പങ്കെടുത്തു. അത് പരിഹരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം സ്കൂൾ വർഷാരംഭത്തിൽ അനിവാര്യമാണ്. ഇത് തുടർന്നും നടക്കേണ്ട പ്രക്രിയയാണ്. അതുകൊണ്ട് കുട്ടികളുടെ പഠനനില മനസ്സിലാക്കി സ്കൂൾ തുറന്ന ഘട്ടത്തിൽ തന്നെ അവർ കടന്നു വന്ന ക്ലാസ്സിലെയും പുതിയ ക്ലാസ്സിലെയും പഠനത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്ന ഒരു ബ്രിഡ്ജിംഗ് ആവശ്യമാണ്. ഇത്തരം ബ്രിഡ്ജിങ്ങിനായി ഉപയോഗിക്കുന്ന ഉപാധികൾ കുട്ടികളിൽ ഉണ്ടാകേണ്ട സാമൂഹിക മൂല്യങ്ങൾ കൂടി ഉളവാക്കാൻ സഹായകമാകുന്നത് ഉചിതമായിരിക്കും. കുട്ടികൾ ആദ്യഘട്ടത്തിൽ അറിയേണ്ട പൊതുകാര്യങ്ങൾ സ്കൂൾ തുറന്ന ആദ്യ ദിവസങ്ങൾ തന്നെ കുട്ടികളിൽ എത്തിക്കേണ്ടതുണ്ട്. ഇത് ഒറ്റത്തവണ പരിപാടി എന്ന നിലയിലല്ല കാണേണ്ടത്. പാഠ്യപദ്ധതിയുടെ ഭാഗമായ പാഠപുസ്തകങ്ങളിൽ ഈ ആശയങ്ങൾക്കെല്ലാം ഇടമുണ്ട്. സമയങ്ങളിൽ അവ ആഴത്തിൽ കുട്ടികളെ പരിചയപ്പെടുത്തണം. അവയ്ക്കെല്ലാം ഒരു ആമുഖം എന്ന നിലയിലാണ് സ്കൂൾ പ്രവർത്തന ആരംഭത്തിൽ ഇവ പ്രവർത്തിപ്പിക്കുക. ഒപ്പം തന്നെ 2 ആഴ്ചത്തേക്ക് ദിവസവും ഓരോ മണിക്കൂർ വിവിധ വിഷയങ്ങളിൽ പൗരബോധം ഉളവാക്കുന്ന ക്ലാസുകൾ ഉണ്ടായിരിക്കും. ഇത് കേരളത്തിലും ഇന്ത്യയിലും ആദ്യത്തെ സംരംഭമാണ്. സ്കൂൾ തുറക്കുന്ന 2 ആഴ്ചക്കാലം
കഴിഞ്ഞ വർഷത്തെ റിവിഷൻ നടത്തുകയും 10 വിഷയങ്ങൾ സാമൂഹിക ബോധവൽക്കരണം 10ഓളം മറ്റ് വിഷയങ്ങൾ ലഹരി തുടങ്ങിയ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ സംബന്ധിച്ചുള്ള കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് നോളജ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭം ആദ്യമായിട്ടാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് പാഠപുസ്തകം കൊടുക്കും. പ്രീ സ്കൂൾ പഠനാനുഭവങ്ങൾ ഇല്ലാതെയും വ്യത്യസ്തങ്ങളായ പ്രീ സ്കൂൾ അനുഭവങ്ങളുടെയും 1ാം ക്ലാസ് പ്രവേശനം നേടുന്ന കുട്ടികൾക്കായി ഒരു സ്കൂൾ സന്നദ്ധ പാക്കേജ് NCERT തയ്യാറാക്കിയിട്ടുണ്ട്. മോഡ്യൂൾ വികസിപ്പിക്കുവാൻ സമഗ്ര ശിക്ഷ കേരളത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1ാം ക്ലാസ് പാഠ്യപദ്ധതി, പാഠപുസ്തകം എന്നിവ പരിഷ്കരിച്ച സാഹചര്യത്തിൽ സമഗ്ര ശിക്ഷ കേരളം 2025-26 വർഷത്തേക്ക് ഒന്നൊരുക്കം എന്ന പേരിൽ അധ്യയന വർഷത്തിന്റെ ആദ്യ 2 ആഴ്ച നടപ്പിലാക്കുന്നതിലേക്കായി ഒരു സന്നദ്ധ പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ അവധിക്കാല അധ്യാപക പരിശീലനത്തിൽ 1ാം ക്ലാസ് അധ്യാപകർക്ക് ഒന്നൊരുക്കം സന്നദ്ധ പാക്കേജ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പരിശീലനം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് ഒന്നൊരുക്കം പാക്കേജ് നടപ്പിലാക്കുന്നതിനായുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി സ്റ്റാഷ് പദ്ധതിയിൽ നിന്നും തുക അനുവദിക്കുന്നുണ്ട്. സന്നദ്ധ പാക്കേജിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് സ്കൂളുകൾക്ക് കൈമാറുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി ഒന്നൊരുക്കം വീടൊരുക്കം എന്ന ഓറിയന്റേഷനായിട്ടുള്ള മോഡ്യൂളും തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ഗോത്ര ഭാഷകളിലേക്ക് ഒന്നൊരുക്കം മോഡ്യൂൾ നൽകുന്നുണ്ട്. പരിപാടിയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് വേണ്ടി 2025 ജൂൺ മാസം കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 45 സ്കൂളുകളിൽ ഒരു പഠനം നടത്തുന്നതിന് NCERT ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം സുതാര്യമായിരിക്കണം. മത്സര പരീക്ഷയോ നിയമാനുസൃതമല്ലാത്ത ഫണ്ടിങ്ങോ പാടില്ല. ഇക്കാര്യം പരിശോധിക്കാനും വേണ്ട നടപടി കൈക്കൊള്ളാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ് കായംകുളം.